ഇന്ന് നവംബർ 24. ഏവർക്കും VPK ലേണിംഗ്സിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. പ്രധാന ആനുകാലിക സംഭവങ്ങൾ നോക്കാം. 2025 നവംബറിൽ രാജസ്ഥാനിൽ നടക്കുന്ന 8ാമത് ഇന്ത്യ-UK സംയുക്ത സൈനികാഭ്യാസം അജയ് വാരിയർ 2025. ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് 2025 പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 23. ഒന്നാമത് ഡെൻമാർക്ക്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്കായി കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി ആരംഭിച്ച മൊബൈൽ ആപ്പ് കാസ്പ്. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഒപ്പിടാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിക്കാനാകില്ലെന്ന് ഉത്തരവിട്ട 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ അധ്യക്ഷൻ ജസ്റ്റിസ് BR ഗവായ്. ഭരണഘടനയുടെ 143(1) അനുച്ഛേദപ്രകാരം രാഷ്ട്രപതി നൽകിയ റഫറൻസിലാണ് സുപ്രധാന ഉത്തരവ്. സാമ്പത്തിക തട്ടിപ്പുകൾ തടയാൻ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കായി ട്രായ് ദ ടെലികോം റെഗുലേറ്ററി ഓഫ് ഇന്ത്യ അവതരിപ്പിച്ച പ്രത്യേക നമ്പർ സീരീസ് 1600. 1600 എന്ന് തുടങ്ങുന്ന 10 നമ്പറുകളാണ് സാമ്പത്തിക സേവനങ്ങൾക്ക് മാത്രമായി അനുവദിക്കുന്നത്. DNA-യിൽ മാറ്റം വരുത്തി അരിവാർ രോഗത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ആദ്യ തദ്ദേശീയ ജീൻ തെറാപ്പി വികസിപ്പിച്ച രാജ്യം ഇന്ത്യ. ക്രിസ്പർ എന്ന സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ തെറാപ്പിക്ക് ബിർസ 101 എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഗോത്രവിഭാഗങ്ങളിൽ കൂടുതലായി ഉണ്ടാകുന്ന ജനിതക രോഗമാണ് അരിവാൾ രോഗം. അതിനാൽ ഗോത്രവിഭാഗങ്ങളിലെ വിമോചന പോരാളിയായ ബിർസ മുണ്ടയുടെ സ്മരണാർത്ഥമാണ് ജീൻ തെറാപ്പിക്ക് അദ്ദേഹത്തിന്റെ പേര് നൽകിയത്. റഷ്യ വികസിപ്പിച്ചെടുത്ത ക്യാൻസർ പ്രതിരോധ വാക്സിൻ പെംബ്രാറിയ വാക്സിന് ഔദ്യോഗിക അംഗീകാരം നൽകുന്ന ലോകത്തിലെ ആദ്യ രാജ്യം വിയറ്റ്നാം. റഷ്യ വികസിപ്പിച്ചെടുത്ത മറ്റൊരു ക്യാൻസർ വാക്സിൻ എൻഡ്രോംബിക്സ്. 2025 നവംബറിൽ ഇന്ത്യക്കാർക്കുള്ള വിസരഹിത പ്രവേശനം അവസാനിപ്പിച്ച രാജ്യം ഇറാൻ. ഇനി ഇന്നലത്തെ ആനുകാലികത്തിൽ നിന്നുള്ള ചോദ്യം. 2025 നവംബറിൽ ഭൗമസൂചിക അഥവാ GI ടാഗ് പദവി ലഭിച്ച മധ്യപ്രദേശിലെ ഉൽപ്പന്നം ഏത്? ഉത്തരം കമന്റ് ചെയ്യൂ. ഡെയിലി കറണ്ട് അഫയേഴ്സ് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.